വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഉയർന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ നമ്മുടെ ബോധ മനസ്സിൻ്റെ കൂടെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിക്ക് എബിലിറ്റി എന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധന്മാരായ ആളുകൾ വിളിക്കുന്ന ആ ഒരു എബിലിറ്റി കൂടെ നാം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരു മേഖലയിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ ഉടനെ തന്നെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നാം പോകാതിരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു വിദ്യാർത്ഥി അവൻ തീരുമാനിക്കുന്നു ഡോക്ടർ ആവണമെന്ന്. നാളെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ഒരു ജില്ലാ കളക്ടർ IAS ഓഫീസർ വന്ന് പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആ IAS കാരനെ കണ്ട് ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ മനസ്സ് മാറ്റി അവൻ പറയുക, എനിക്കൊരു IAS കാരനായാൽ മതി. അടുത്ത ദിവസം ഒരു കോടതിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന സമയത്ത് കുട്ടിക്ക് തോന്നും അതല്ല, ഏറ്റവും നല്ലത് ഒരു ജഡ്ജി ആവുന്നതാണ് ഏറ്റവും നല്ലത്. അല്പ ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും തോന്നും അതൊന്നുമല്ല, ഏറ്റവും നല്ലത് ഒരു CA കാരനാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു HR MBA ഒരു HR അല്ലെങ്കിൽ പത്രപ്രവർത്തകനാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം മനസ്സിന് തന്നെ നമ്മൾ കൺഫ്യൂഷനുള്ള മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാം സെറ്റ് ചെയ്യുന്ന സമയത്ത്, അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്, ഒരു മേഖലയിൽ ഒരു ലക്ഷ്യം മാത്രം സെറ്റ് ചെയ്യുക. ഇന്നൊന്ന്, നാളെ ഒന്ന്, മറ്റന്നാൾ വേറെ ഒന്ന്, ഈ രീതിയിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുകയും ഒരു ദിവസം സെറ്റ് ചെയ്യുന്ന ലക്ഷ്യം തന്നെ അടുത്ത ദിവസങ്ങൾ ഫോളോ ചെയ്ത് അത് ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അതിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റിക്ക് എബിലിറ്റി ഈസ് 95% ഓഫ് എബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ മാറിയാലും, ഒരുപക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത ലക്ഷ്യം നേടാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് തോന്നിയാൽ പോലും, ഇഫ് യു ക്യാൻ സ്റ്റിക്ക് വിത്ത് ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആ സാഹചര്യം നമുക്ക് പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്ക് എബിലിറ്റിയോട് കൂടെ നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും ഓർക്കുക, ഒരു മേഖലയിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. ഒരിക്കലും മനസ്സിന് കൺഫ്യൂഷനുള്ള മെസ്സേജ് കൊടുത്തു പോരുത്. മനസ്സിന് അതിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. വിഷ്വലൈസ് ചെയ്താൽ പോലും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഒരേ മേഖലയിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കൃത്യമായി അച്ചീവ് ചെയ്യുവാനോ മനസ്സിനെ കൺവിൻസ് ചെയ്യുവാനോ സാധിക്കുകയില്ല. ഒരു മേഖലയിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക, അത് നേടുന്നത് വരെ സ്റ്റിക്ക് വിത്ത് ഇറ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV. ഓൾ ദ ബെസ്റ്റ്.